നമസ്കാരം. ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ലോകത്തിന് മുന്നിൽ തുറന്നിട്ട മൻമോഹൻ സിംഗ് ഓർമ്മയാകുമ്പോൾ ഒരു യുഗം അവസാനിക്കുകയാണ്. ആധുനിക ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ ശില്പി, ഉദാരവൽക്കരണ നയത്തിലൂടെ പരമ്പരാഗത ഇന്ത്യയെ ഉടച്ചുവാർത്ത ദീർഘദർശി, അങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ്. ഇന്ത്യയുടെ പ്രധാന സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ എല്ലാം പിന്നിൽ മൻമോഹൻ സിംഗിൻ്റെ കരങ്ങൾ ഉണ്ട്. സാമ്പത്തിക പരിഷ്കാരങ്ങൾ മാത്രമല്ല, ലൈസൻസ് രാജ് നിർത്തലാക്കൽ, സ്വകാര്യ കമ്പനികൾക്കും വിദേശ കമ്പനികൾക്കും ഇന്ത്യൻ വിപണിയിലേക്ക് നിക്ഷേപം ഒഴുക്കാനുള്ള അവസരം, വിവരാവകാശ നിയമം എന്നിവയെല്ലാം മൻമോഹൻ്റെ ഇടപെടലിലൂടെയാണ് സാധ്യമായത്. സാമ്പത്തികവും സാമൂഹികവുമായ പരിഷ്കാരങ്ങൾ മാത്രമല്ല, നയതന്ത്ര രാഷ്ട്രീയവും വഴങ്ങും എന്നതിന് ഉദാഹരണമായിരുന്നു ഇന്ത്യ അമേരിക്ക ആണവ കരാർ. അതേസമയം മൻമോഹൻ സിംഗിൻ്റെ പരിഷ്കാരങ്ങളും പദ്ധതികളും എല്ലാം രാഷ്ട്രീയ എതിരാളികളുടെ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രതിഷേധക്കാരുടെ വായ് അടപ്പിക്കാനും സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും ഒരു പരിധിവരെ മൻമോഹൻ സിംഗിന് സാധിക്കുകയും ചെയ്തു. അതേസമയം അധികാരം പങ്കുവയ്ക്കപ്പെടുന്നു എന്ന ആരോപണങ്ങളും രണ്ടാം UPA സർക്കാരിൻ്റെ കാലത്തെ തുടർച്ചയായ അഴിമതി ആരോപണങ്ങളും മൻമോഹൻ സിംഗിൻ്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങൽ ഏൽപ്പിച്ചു. ഗാന്ധി കുടുംബത്തിൻ്റെ റിമോട്ടാണ് മൻമോഹൻ എന്നും മൗനി ബാബ എന്നും പ്രതിപക്ഷം പരിഹസിച്ചു. അതേസമയം ഗാന്ധി കുടുംബത്തിൽ നിന്ന് തന്നെ മൻമോഹൻ സിംഗിന് വലിയ വിമർശനവും എതിർപ്പും നേരിടേണ്ടി വന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട്. 2013 ആയിരുന്നു ആ സംഭവം. UPA സർക്കാർ കൊണ്ടുവന്ന ഒരു ഓർഡിനൻസ് രാഹുൽ ഗാന്ധി പരസ്യമായി കീറിയെറിഞ്ഞു. ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ജനപ്രതിനിധികളെ ഉടനടി അയോഗ്യരാക്കുന്നത് തടയുന്ന ഓർഡിനൻസാണ് അന്ന് രാഹുൽ ഗാന്ധി കീറിയെറിഞ്ഞത്. 2 വർഷമോ അതിൽ കൂടുതൽ കാലമോ തടവു ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ജനപ്രതിനിധിയെ ഉടനടി അയോഗ്യനാക്കുന്നത് തടയുന്നതായിരുന്നു ആ ഓർഡിനൻസ്. എന്നാൽ ഓർഡിനൻസിനെ രാഹുൽ പരസ്യമായി എതിർത്തു. ഇതേ തുടർന്ന് ഓർഡിനൻസ് പിൻവലിക്കുകയും ചെയ്തു. 2 വർഷമോ അതിലേറെയോ തടവു ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാൽ പാർലമെൻറ്റ് അംഗത്വം റദ്ദാവും എന്നാണ് ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥ. നിലവിലെ ചട്ടപ്രകാരം ക്രിമിനൽ കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നവർ ശിക്ഷ വിധിക്കുന്ന അന്നു മുതൽ അയോഗ്യരാകും. 2013 ജൂലൈ 13 സുപ്രീം കോടതി പരിഗണിച്ച ലില്ലി തോമസും ഇന്ത്യ ഗവൺമെൻറ്റും തമ്മിലെ കേസിൽ ആണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതിനെ മറികടക്കാനായിരുന്നു മൻമോഹൻ സിംഗ് സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നത്. ജനപ്രതിനിധികൾ ശിക്ഷിക്കപ്പെട്ടാൽ സുപ്രീം കോടതി വരെയുള്ള നടപടികൾ പൂർത്തിയായതിനു ശേഷമേ സ്ഥാനത്ത് നിന്ന് നീക്കാവൂ എന്നായിരുന്നു ഓർഡിനൻസ്. അഴിമതി കേസുകളിലും മറ്റും ശിക്ഷിക്കപ്പെട്ട ജനപ്രതിനിധികളെ രക്ഷിക്കാനാണ് കേന്ദ്ര സർക്കാർ നീക്കം എന്നാരോപിച്ച് അന്നത്തെ പ്രധാന പ്രതിപക്ഷമായിരുന്ന BJP രംഗത്ത് വന്നു. പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെയായിരുന്നു രാഹുലിൻ്റെ വാർത്താ സമ്മേളനവും ബിൽ കീറിയെറിയലും നടന്നത്. കാലിത്തീറ്റ അഴിമതിക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ലാലു പ്രസാദ് അടക്കമുള്ളവരെ രക്ഷിക്കാൻ കൊണ്ടുവന്ന നിയമനിർമ്മാണം ആയിരുന്നു ഇത് എന്നും മന്ത്രിസഭ പാസാക്കിയ ഓർഡിനൻസ് യഥാർത്ഥത്തിൽ വലിച്ചു കീറി എറിയേണ്ടതാണ് എന്നുമായിരുന്നു വാർത്താ സമ്മേളനത്തിൽ രാഹുലിൻ്റെ വാക്കുകൾ. മാധ്യമപ്രവർത്തകരെ പോലും അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുന്നതായിരുന്നു ആ വാർത്താ സമ്മേളനം. ഈ സമയം പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് അമേരിക്കയിൽ സന്ദർശനം നടത്തുകയായിരുന്നു. കോൺഗ്രസ് പാർട്ടിയും UPA സർക്കാരും തമ്മിൽ കലഹത്തിലാണ് എന്ന് പ്രതിപക്ഷത്തിന് പ്രചരിപ്പിക്കാൻ ഈ സംഭവം ആയുധമായി മാറി. താൻ ഒരു ബാക്ക് ബെഞ്ചർ അല്ല എന്ന് തെളിയിക്കാൻ രാഹുൽ തന്നെ നടത്തിയ അതിബുദ്ധിയായിരുന്നു ആ ഓർഡിനൻസ് കീറൽ എന്ന് പാർട്ടിയിലെ തന്നെ ചില മുതിർന്ന നേതാക്കൾ പിന്നീട് വിമർശനം ഉന്നയിച്ചു. രാഹുലിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയെയും സർക്കാരിനെയും രാഹുൽ ഗാന്ധി മോശമായി ചിത്രീകരിച്ചു എന്നായിരുന്നു നേതാക്കളുടെ വിമർശനം. എന്തായാലും തൊട്ടടുത്ത വർഷം നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ UPA വൻ പരാജയം ഏറ്റുവാങ്ങി. ആ പരാജയത്തിൽ നിന്ന് കരകയറാൻ കോൺഗ്രസിന് ഇപ്പോഴും
സാധിച്ചിട്ടുമില്ല.